ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം കുറച്ച് സെൻസിറ്റീവ് ആണ്. ചിലപ്പോൾ നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും. ആദ്യം ഒരു ചോദ്യം, പ്രണയം എന്ന് പറയുന്നത് ദിവ്യമാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സയന്റിഫിക്കലി സ്പീക്കിംഗ്, ലവ് ഈസ് കെമിക്കൽ. അതായത് നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ചില കെമിക്കൽസ് കൂടുമ്പോൾ നമുക്ക് ആൾക്കാരോട് ഭയങ്കര ഇഷ്ടം വരികയും അത് കുറയുമ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആവുകയും അല്ലെങ്കിൽ നമ്മൾ അവരെ അകറ്റാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യത്തേതാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ ആണ് നമുക്കൊരു അടിപൊളി ഫീലിംഗ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവരെ എപ്പോഴും കാണണം, സംസാരിക്കണം, അടുത്തു പോയിരിക്കണം എന്നുള്ള തോന്നൽ വരുന്നത്. പല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ആക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആകുന്നതും ഹൈ ആകുന്നതും അഡിക്റ്റഡ് ആകുന്നതും. നമ്മളവരെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളവരെ തൊടും, ഹഗ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ കിസ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഓക്സിറ്റോസിൻ എന്ന കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ടച്ച് വഴിയാണ് കൂടുതലും ഇത് റിലീസ് ആവുന്നത്. ഇതാണ് നമ്മളെ അറ്റാച്ച്ഡ് ആക്കുന്നത്. ഇതുകൊണ്ടാണ് പല ആൾക്കാരും ഫിസിക്കലി അടുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു 6 months to 2 years, ഇതിനിടയിൽ ഡോപ്പമിന്റെ അളവ് കുറയാൻ തുടങ്ങും. അതായത് ഈ എക്സൈറ്റ്മെന്റ് കുറയാൻ തുടങ്ങും. അപ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ബ്രേക്കപ്പ് ആവുന്നതും അല്ലെങ്കിൽ പാർട്ട്ണറിനെ അകറ്റാൻ തുടങ്ങുന്നതും. ഇത് നമുക്ക് മാറ്റാൻ പറ്റും? എപ്പോഴും ഒരാളെ തന്നെ സ്നേഹിക്കാൻ പറ്റും? അല്ലെങ്കിൽ എപ്പോഴാണ് ഒരാളോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത്? അതിനെപ്പറ്റിയെല്ലാം വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ ഈ എടുത്തു ചാടി ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുന്നത് പെട്ടെന്നുള്ള ബ്രേക്കപ്പിന് കാരണമാക്കുമെന്ന്. നമ്മൾ ഒരാളെ എല്ലാ ദിവസവും കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് അവരോട് ഇഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഇഷ്ടം വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻ ഭയങ്കര ഹൈ ആണ്. ഈ ഫീലിംഗ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവരോട് പറയണം, പറഞ്ഞില്ലെങ്കിൽ അവർ പോയാലോ, എന്റെ ഫ്രണ്ട്സിനൊക്കെ ലൈൻ സെറ്റായി, എനിക്കും വേണം, ഇങ്ങനെ ചിന്ത നമുക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ അവരോട് പറയും. ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലാകും. ആദ്യ ദിവസങ്ങളിൽ അടിപൊളിയായിരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഏറ്റവും അവസാനം ഈ ഉണ്ടായിരുന്ന ഹാപ്പിനെസ് മാറി മനം നൊന്ത് നമ്മൾ കരയേണ്ട അവസ്ഥ വരികയും ചെയ്യും. പിങ്ക് ലെൻസ് ഇഫക്റ്റ്. അതായത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നും. നമുക്ക് ഒരിക്കലും അവരുടെ നെഗറ്റീവ് കാര്യം കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമുക്കത് കാണിച്ചു തരില്ല. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയും, ഇയാൾ നിനക്ക് ഒരിക്കലും സെറ്റ് ആവില്ല, ഇയാൾ ഓക്കെ അല്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും, അതൊന്നും കുഴപ്പമില്ല, എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്, എനിക്കിപ്പോ അത് മതി. അപ്പൊ എപ്പോഴാണ് ഒരാളോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത്? ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത്. ഈ 6 മാസത്തിനിടയിൽ അവരെ ഒബ്സർവ് ചെയ്യുക. ആദ്യം ഉണ്ടായിരുന്ന അതേ ഇഷ്ടമുണ്ടോ? അവരുടെ പേഴ്സണാലിറ്റി നോക്കുക, അവരുടെ വാല്യൂസ് നോക്കുക. ഇതെല്ലാം നോക്കിയതിനു ശേഷം മാത്രം യെസ് പറയാം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എടുത്ത് ചാടി ഇഷ്ടം പറയരുത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും റിയൽ ഫേസ് കാണിക്കില്ല, അവർ അഭിനയിച്ച് നിൽക്കും എന്നൊക്കെ. ഇതൊക്കെ സത്യമാണോ? ഇതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പണ്ടൊക്കെ ആൾക്കാർ ഒരാളെ തന്നെ സ്നേഹിക്കുന്നു, ലൈഫ് ലോങ് അയാളുടെ കൂടെ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പകുതിയാകുമ്പോൾ തന്നെ പാർട്ട്ണറിനെ മടുക്കുന്നു, വേറെ ആൾക്കാരോടൊക്കെ അട്രാക്ഷൻ വരുന്നു, ബ്രേക്കപ്പ് ആകുന്നു. കുറച്ചു പേർക്കൊക്കെ ലൈഫ് ലോങ് ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യാൻ ചിന്തിക്കുന്നത് തന്നെ പേടിയാണ്. ഇതിന്റെ ഒരു റീസൺ ആണ് പാരഡോക്സ് ഓഫ് ചോയ്സ്. അതായത് നമുക്ക് ഓപ്ഷൻസ് കൂടുന്തോറും നമ്മളുടെ കൺഫ്യൂഷനും കൂടും. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത കാര്യത്തിൽ നമ്മൾ ഒട്ടും ഹാപ്പിയും ആയിരിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടിവിയിലാകെ ഒരു ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചാനലിൽ വരുന്ന ഓരോ പ്രോഗ്രാമിനും അതിന്റേതായ വിലയും ആൾക്കാർ കൊടുത്തിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ ചാനലുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പൊ ഏത് പ്രോഗ്രാം കാണുന്നുള്ള കാര്യത്തിൽ ആൾക്കാരാകെ കൺഫ്യൂസ്ഡും ആകാൻ തുടങ്ങി. പണ്ടൊക്കെ ആൾക്കാർക്ക് ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഹാപ്പി ആയിരുന്നു. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, കുറെ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൺഫ്യൂഷനും കൂടുതലാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് വേണ്ടേ, എങ്ങനത്തെ പാർട്ട്ണറെയാണ് വേണ്ടേ, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ചൂസ് ചെയ്തതിൽ ഉറച്ചു നിൽക്കാനും ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇന്ന് പല റിലേഷൻഷിപ്പുകളും വളരെ ഷോർട്ടാണ്, പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആകും. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബൈ. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്ന് പല റിലേഷൻഷിപ്പും പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവുന്നു. ഇതിന്റെ കാരണം എന്താണ്? പണ്ടൊക്കെ ആൾക്കാർക്ക് ഒറ്റയടിക്കിരുന്ന് വലിയ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. പതുക്കെ പതുക്കെ ഈ ലോങ് വീഡിയോസ് വിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസിലേക്ക് ചുരുങ്ങി. പിന്നെ നമ്മൾ 1 മിനിറ്റുള്ള ടിക്ടോക്ക് അല്ലെങ്കിൽ റീൽസ് പോലെയുള്ള ഷോർട്ട് വീഡിയോസിലേക്കും ചുരുങ്ങാൻ തുടങ്ങി. ഇന്ന് പലവർക്കും 1 മിനിറ്റുള്ള ഒരു വീഡിയോ പോലും ക്ഷമയോടെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ഇത് ആക്ച്വലി നമ്മളുടെ റിലേഷൻഷിപ്പിലും ഒരു തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതും
ചുരുങ്ങി ഷോർട്ടായി പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവുന്നു. ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം കാരണവും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണവും കുറെ പേർ ഇന്ന് ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. ഈ ലോൺലിനെസ് നമുക്ക് തരുന്ന എംപ്റ്റി ഫീലിംഗ്, ഈ എംപ്റ്റി ഫീലിംഗ് മറക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും കണക്ഷൻസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പലവർക്കും വേണ്ടത് ഒരു ഡീപ്പ് കണക്ഷൻ അല്ല, ഒരു പെട്ടെന്നുള്ള ക്വിക്ക് കണക്ഷൻ ആണ്. പലരും വിചാരിക്കും ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ ഈ എംപ്റ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഈ ലോൺലിനെസ് മാറ്റാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്നുള്ള ക്വിക്ക് കണക്ഷൻസ് അന്വേഷിച്ചു പോകും. സോഷ്യൽ മീഡിയയും ഈ കാലവും നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ നമ്മളെ കുറെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇതിന് പങ്കുണ്ട്. ഇത് തുടങ്ങുന്നത് നമ്മുടെ ചെറുപ്പകാലം മുതലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമുക്ക് നമ്മുടെ പാരന്റ്സിനോടുള്ള അറ്റാച്ച്മെന്റ് നമ്മളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ചില കപ്പിൾസ് എപ്പോഴും ഹാപ്പി ആയിരിക്കും, ചില ആൾക്കാർ എപ്പോഴും ഫൈറ്റ് ആയിരിക്കും, ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് കാരണമാണ്. നിങ്ങളൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇത് മനസ്സിലാക്കിയേ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെടുന്നതായിരിക്കും. ആദ്യത്തേതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. ഇവർ ഓവർ പോസസീവ് അല്ല, എപ്പോഴും ഫോണിൽ വിളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവര് പരസ്പരം ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെയോ എവിടെ പുറത്തു പോയാലും ഇവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫൈറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് കുറച്ച് ഡേഞ്ചറസ് ആണ്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ്. ഇതിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ടെൻഷനാണ്. അവർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. പുറത്ത് എവിടെയെങ്കിലും പോയി അവർക്ക് സംശയമാണ്. അതുപോലെ തന്നെ നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റും ചെയ്യും. പല റിലേഷൻഷിപ്പിന്റെയും പ്രോബ്ലംസ് തുടങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. മൂന്നാമതാണ് അവോയ്ഡന്റ് ഡിസ്മിസീവ്. ഇങ്ങനെയുള്ള ആൾക്കാര് പാർട്ണറെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ ഒട്ടും സമ്മതിക്കുകയുമില്ല. അവർക്ക് ഇമോഷണലി കണക്ട് ആവാൻ പേടിയാണ്. അതുപോലെ തന്നെ എന്നെ ആരും കൺട്രോൾ ചെയ്യരുത്, എനിക്ക് ഫ്രീഡം വേണം, ഞാൻ ആരെയും കൺട്രോൾ ചെയ്യില്ല എന്നിവർ പറയും. നാലാമത്തത് ഫിയർഫുൾ അവോയ്ഡൻസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ അടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇട്ടിട്ട് പോകുന്നുള്ള പേടി കാരണം ഇവർ അടുക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം പിരിയേണ്ടി വരുന്നുള്ള പേടി കാരണം ഇവർ അടുക്കാണ്ടിരിക്കും. നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണ്? വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. സോ ഫോളോ മീ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്.